ഹായ് ഗായ്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖം തന്നെയല്ലേ? ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് ഒരു തോരൻ്റെ റെസിപ്പിയാണ് ഞങ്ങൾക്ക് ഷെയർ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ അതെന്താണെന്ന് വെച്ചാൽ മത്തങ്ങ വെച്ചിട്ടാണ് നമ്മൾ ഈ തോരൻ തയ്യാറാക്കുന്നത്. അപ്പോൾ അതിനായിട്ട് നമുക്ക് പച്ചമത്തങ്ങ ആണ് വേണ്ടത്. അപ്പോൾ നമുക്ക് എന്തായാലും ഇതെങ്ങനെ തയ്യാറാക്കണേ എന്നുള്ളത് നോക്കാം. അതിന് മുന്നേ ഞാൻ എപ്പോഴും പറയാറുള്ള പോലെ ഞങ്ങൾക്ക് ഈ ചാനൽ ഇഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ പ്രസ് ചെയ്യാനും മറക്കരുത്. ഓക്കെ, അപ്പോൾ നമുക്ക് സ്റ്റാർട്ടാക്കാം. അതിനായിട്ട് നമുക്ക് ആദ്യം വേണ്ടത് മിക്സിയുടെ ഒരു ജാർ എടുത്തിട്ട് അതിലേക്ക് കുറച്ച് നാളികേരം ചിരകിയത് ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് നമുക്ക് ചേർക്കാനുള്ളത് 1 ടീസ്പൂൺ ജീരകമാണ് കേട്ടോ. സാദാ ജീരകം ചേർത്ത് കൊടുക്കുക. പിന്നെ ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് വറ്റൽമുളകാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ പച്ചമുളക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ വറ്റൽമുളകാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ലേശം മതി കേട്ടോ. അത് ചേർത്തിട്ട് നമ്മൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ ഇതെല്ലാം കൂടി ഒന്ന് ഒതുക്കിയെടുക്കും, അതായത് ഒന്ന് ക്രഷ് ചെയ്ത് എടുക്കും. അപ്പോൾ ഇതാ തോരനുള്ള തേങ്ങാക്കൂട്ട് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്കി കാര്യങ്ങളിലേക്ക് പോകാം. ഇനി ഒരു പാൻ എടുത്ത് ഒന്ന് ചൂടാക്കിയതിന് ശേഷം നമ്മളതിലേക്ക് വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്തൊന്ന് ചൂടാക്കാം. അങ്ങനെ വെളിച്ചെണ്ണ ചൂടായതിന് ശേഷം നമ്മൾ കടുക് ചേർത്ത് കൊടുക്കുക. 1 ടീസ്പൂൺ കടുക് ചേർക്കുക. കടുക് പൊട്ടിയതിന് ശേഷം നമ്മളതിലേക്ക് കറിവേപ്പില ചേർത്ത് കൊടുത്തൊന്ന് തളിക്കുക. നിങ്ങൾക്ക് വേണമെങ്കിൽ വറ്റൽമുളകും ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ നമ്മളിവിടെ കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ചേർക്കുന്നത് സവോളയാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ചെറിയ ഉള്ളിയും ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ സവോളയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. അതും ചേർത്തിട്ടൊന്ന് വഴറ്റിയെടുക്കുക. ഇനി ഇതിലേക്ക് കുറച്ച് ഉപ്പും കൂടി ചേർത്തിട്ട് സവാള ഒന്ന് വഴറ്റിയെടുക്കാം കേട്ടോ. അപ്പോൾ ജസ്റ്റ് ഒന്ന് വാടിയാൽ മതി സവാളയൊക്കെ. അങ്ങനെ സവാളയൊക്കെ വഴണ്ടി വന്നിട്ടുണ്ട്. നമ്മളിനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് കുറച്ച് മഞ്ഞൾപ്പൊടിയും അതേപോലെ തന്നെ എരിവിന് മുളക് പൊടിയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഞാൻ പച്ചമുളക് ചേർത്തിട്ടില്ല, അതുകൊണ്ട് ഞാൻ മുളക് പൊടിയാണ് ചേർക്കുന്നത്. ഇനി നിങ്ങൾ പച്ചമുളക് നമ്മൾ നാളികേരത്തിൻ്റെ കൂട്ടത്തിൽ ചേർക്കുകയാണെങ്കിൽ അപ്പോൾ എരിവിൻ്റെ ഇതൊക്കെ നോക്കിയിട്ട് ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ മുളക് പൊടിയും ചേർത്ത് ഒന്ന് വഴറ്റിയതിന് ശേഷം ഇതിലേക്ക് നമ്മൾ ഒതുക്കി വെച്ചത്, അതായത് ക്രഷ് ചെയ്ത് വെച്ചിരിക്കുന്ന നാളികേര കൂട്ടുണ്ടല്ലോ, അത് ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് അതും ഒന്ന് ജസ്റ്റ് ഒന്ന് മൂപ്പിച്ചെടുക്കുക. അങ്ങനെ നാളികേരം മൂത്തതിന് ശേഷം നമ്മളിതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന പച്ചമത്തങ്ങ ഉണ്ടല്ലോ, അത് ചേർത്ത് കൊടുക്കുക. അപ്പോൾ ചെറുതായിട്ട് കനം കുറച്ച് അരിഞ്ഞു കഴിഞ്ഞ് പെട്ടെന്ന് അത് കുക്കായി കിട്ടും. ഓക്കെ, അപ്പോൾ അത് ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് ഞാൻ കുറച്ചും കൂടി വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അതും കൂടി ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യുക. പിന്നെ കുറച്ച് വെള്ളം തളിച്ച് കൊടുത്തതിന് ശേഷം നമ്മൾ പാത്രം അടച്ച് മത്തങ്ങ കുക്ക് ചെയ്യാണ് ചെയ്യുന്നത്. അപ്പോൾ ഇടയ്ക്കൊന്ന് പാത്രം എന്താ പറയുക തുറന്ന് ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്ത് അങ്ങനെ. പിന്നെ ഉപ്പൊക്കെ നോക്കുക, ഉപ്പൊക്കെ കുറവാണെന്ന് തോന്നുകയാണെങ്കിൽ ഇട്ട് കൊടുത്ത് നമ്മൾ തോരൻ വേവിച്ചെടുക്കുക. ഓക്കെ,
അപ്പോൾ പാത്രം അടച്ചു വെച്ച് കുക്ക് ചെയ്യുമ്പോൾ ഇടയ്ക്കൊന്ന് തുറന്നൊന്ന് മിക്സ് ചെയ്ത് കൊടുത്ത് അങ്ങനെ കുക്ക് ചെയ്തെടുക്കണം കേട്ടോ. അപ്പോൾ ഇതാ നമ്മുടെ മത്തങ്ങ തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നല്ല ടേസ്റ്റുള്ള ഒരു തോരനാണ്. നമ്മുടെ ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയൊരു അടിപൊളി തോരനാണ് കേട്ടോ. അപ്പോൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്തിട്ട് എൻ്റെ ഫീഡ്ബാക്സൊക്കെ എഴുതി അറിയിക്കും കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടാവും എന്ന് ഞാൻ കരുതാണ്. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതേപോലെ തന്നെ വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അതുപോലെ മാക്സിമം എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. അതേപോലെ തന്നെ നമ്മുടെ ചാനൽ ഇഷ്ടമാവുകയാണെങ്കിൽ കൂടുതൽ വീഡിയോസ് നിങ്ങൾക്ക് കാണാൻ താല്പര്യമുണ്ടെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ പ്രസ് ചെയ്യാൻ മറക്കരുത്. എന്നാലാണ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുകയുള്ളൂ. ഓക്കെ, അപ്പോൾ നമുക്കിനിയും നല്ല റെസിപ്പീസുകളൊക്കെ ആയിട്ട് നമുക്കിനി റെസിപ്പീസല്ല നല്ല വീഡിയോസുകളായിട്ട് നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം. ടിൽ ദെൻ ബൈ ബൈ.